നമസ്കാരം. സ്വർണവിലയിലെ വർധനവിന് പ്രധാന കാരണങ്ങളിലൊന്ന് രാജ്യങ്ങൾ സ്വർണത്തിനായുള്ള കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുന്നതാണ്. ഇന്ത്യയും ചൈനയുമെല്ലാം ഇതിൽ മുന്നിലാണ് നിൽക്കുന്നത്. ചൈന 2303.05 ടൺ സ്വർണം കൈവശം വെച്ചിരിക്കുന്നു എന്നതാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ ചൈനയുടെ സ്വർണം നിക്ഷേപം റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ വളരെ വലുതായിരിക്കാം എന്ന ഒരു ധാരണയും പുറത്തുണ്ട്. അതായത് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും ബാങ്കിംഗ് ഗ്രൂപ്പും ചൈനയുടെ സ്വർണശേഖരം ഏകദേശം 5500 ടൺ ആണെന്ന് കണക്കാക്കുന്നു. ഇത് ചൈന ഔദ്യോഗികമായി വെളിപ്പെടുത്തിയതിന്റെ ഇരട്ടിയിലധികമാണ്. അത് ശരിയാണ് എങ്കിൽ 8000 ടണ്ണിലധികം സ്വർണശേഖരം കൈവശം വെച്ചിരിക്കുന്ന അമേരിക്കയ്ക്ക് പിന്നിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സ്വർണശേഖരം കൈവശം വെച്ചിരിക്കുന്ന രാജ്യമായി ചൈന മാറും. ഈ കണക്ക് കൃത്യമാണ് എങ്കിലും അല്ലെങ്കിലും ആഗോള ശക്തിയിൽ ആധിപത്യം പുലർത്തുന്ന രണ്ട് ബ്ലോക്കുകളുടെ ഒരു യുഗത്തിനായി തയ്യാറെടുക്കുന്നതായും ചൈന തന്ത്രപരമായ വിഭവങ്ങൾ ശേഖരിക്കുകയാണ് എന്ന വിലയിരുത്തൽ സൂചിപ്പിക്കുന്നു. 2011 ആദ്യമായി പ്രഖ്യാപിച്ച ഒരു പുതിയ റൗണ്ട് ധാതു പര്യവേഷണം എന്ന ചൈനയുടെ തന്ത്രം അസംസ്കൃത എണ്ണ, പ്രകൃതിവാതകം മുതൽ സ്വർണം, ചെമ്പ്, യുറേനിയം, അപൂർവ ഭൂമി തുടങ്ങിയ ധാതുക്കൾ വരെയുള്ള എല്ലാത്തരം വിഭവങ്ങളും സർവേ ചെയ്ത് വേർതിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിഭവ ശേഖരണ തന്ത്രത്തെക്കുറിച്ചുള്ള ചൈനയുടെ ഗൗരവം ത്വരിതപ്പെടുത്തിയ റിക്രൂട്ട്മെന്റ് നീക്കത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. സിജിൻ മൈനിങ് ഗ്രൂപ്പ് പോലുള്ള പ്രധാന സർക്കാർ ഉടമസ്ഥയിലുള്ള റിസോഴ്സ് ഗ്രൂപ്പുകൾ ലോഹശാസ്ത്രം, ഭൂമിശാസ്ത്ര പര്യവേഷണം, ഖനനം എന്നിവ പശ്ചാത്തലമാക്കിയുള്ള ആളുകളെ ആകർഷിക്കാനുള്ള ശ്രമങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ചൈന US ഗവൺമെന്റ് ബോണ്ടുകളുടെ കൈവശം കുറച്ചിട്ടുണ്ട്. US ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക ഡേറ്റ കാണിക്കുന്നത് ചൈനയുടെ ഡോളർ ശേഖരം $700 ബില്യൺ താഴെയാണ് എന്നാണ്. ഇത് മുൻകാല കണക്കുകളുടെ പകുതിയോളം വരും. ആ തുക US പൊതു കടബാധ്യതയുടെ ഏകദേശം 2% മാത്രമാണ്. അതായത് $38 ട്രില്യൺ. ANZന്റെയും കണക്കനുസരിച്ച് ചൈനയുടെ സ്വർണശേഖരം അതിന്റെ US ട്രഷറി ഹോൾഡിങ്ങുകളേക്കാൾ ഉയർന്നതായിരിക്കും. മുൻകാലങ്ങളിൽ എന്ന പോലെ ചൈന ഇപ്പോഴും യുഎസിന്റെ കടത്തിന്റെ 10% കൈവശം വെച്ചിരിക്കുന്നു എങ്കിലും പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ വർഷം ചൈനീസ് നേതാവിന് മേൽ സമ്മർദ്ദം ചെലുത്തിയതുപോലെ സമ്മർദ്ദം ചെലുത്തുമായിരുന്നില്ല എന്നാണ് ഒരു കൂട്ടർ വാദിക്കുന്നത്. മറുവശത്ത് US ട്രഷറി ഹോൾഡിങ്ങുകൾ ചൈന വരുത്തിയ കുറവ് US ഗവൺമെന്റിന്റെ കടത്തിന്റെ ക്രെഡിറ്റ് റിസ്കിനെ കുറിച്ചുള്ള ആശങ്കകളെ പ്രതിഫലിപ്പിച്ചേക്കാം. മുമ്പ് ചൈന അതിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ ഒരു ഭാഗം ബെൽറ്റ് ആൻഡ് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിനായി ഫണ്ടുകളിലേക്ക് മാറ്റിയിരുന്നു എങ്കിലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. അടിയന്തരാവസ്ഥകളിലും പണപ്പെരുപ്പത്തിനും സ്വർണം പ്രതിരോധ ശേഷിയുള്ളതാണ് എങ്കിലും അത് പലിശ വരുമാനം ഉണ്ടാക്കുന്നില്ല. നേരത്തെ ഇന്ത്യയും US ട്രഷറി ബോണ്ടുകളിലെ ശേഖരം പകുതിയായി കുറച്ചിരുന്നു. ഇനി എന്തായാലും സ്വർണത്തിൽ നിന്നും അമേരിക്കയ്ക്ക് കിട്ടുന്ന പണി എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.